മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദാനിയുടെ സ്വന്തം വലങ്കൈയായി മാറുകയാണോ എന്നുള്ളൊരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നിട്ടുണ്ട്. അപ്പോ അത് ശരിയാണോ? സംസ്ഥാന ബജറ്റോടുകൂടി ഇതൊക്കെ ഉറപ്പിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഒരു പോഡ്കാസ്റ്റ് വരാനുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് കേരളത്തെ ഒരു പോർട്ട് സിറ്റി ആക്കാനായിട്ട് മിഷൻ സമുദ്ര എന്ന് പറയുന്ന ഒരു പദ്ധതിക്കാണ് ഏറ്റവും കൂടുതൽ പണം വകയിരുത്തിയിട്ടുള്ളത്. 400 കോടി രൂപ വകയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തെ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റുക, പോർട്ടുകളെല്ലാം ഡെവലപ്പ് ചെയ്യുക, കൂടാതെ അതുമായി ബന്ധപ്പെടുത്തി തന്നെ നമ്മുടെ റെയിൽവേയും അതുപോലെ പൊതുഗതാഗതവും എല്ലാം തന്നെ കണക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഗംഭീരമായിട്ടുള്ള പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് വി.ഡി. സതീശൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ് എന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. അതുകൊണ്ട് ആ തോന്നൽ ഞാൻ പറയുന്നത് ഇത് വളരെ കൃത്യമായിട്ടുള്ള ചില കോർപ്പറേറ്റ് കമ്പനികളുടെ ഇടപെടലുകളിലൂടെയാണ് ഇത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന് 600 കിലോമീറ്ററോളം വരുന്ന തീരദേശം നമുക്കുണ്ട്. നമ്മുടെ തീരദേശം വേറെ സംസ്ഥാനങ്ങൾക്കൊക്കെ തീരദേശമുണ്ട്. പക്ഷെ നമ്മുടെ തീരദേശത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ തീരദേശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ധാതു മണൽ വലിയ കാര്യമായിട്ടുള്ള തീരദേശമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നിരവധി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ മുദ്ര പോർട്ട് കൈകാര്യം ചെയ്യുന്ന അദാനിയാണ്. പോർട്ടുകൾ അല്ലെങ്കിലും വളരെ എഫിഷ്യൻ്റായി കൈകാര്യം ചെയ്യാൻ പറ്റിയ അദാനി ഗ്രൂപ്പിനാണ്. ആ കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. അപ്പൊ 2 അന്താരാഷ്ട്ര പോർട്ടുകളും അതുപോലെ തന്നെ കൂട്ടത്തിൽ ഈ പറയുന്ന LNG ടെർമിനൽ, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലും ഒക്കെ ആയിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള നിരവധി പദ്ധതികൾ ഉണ്ടാക്കുക. അവിടെ നിന്നുള്ള ചരക്ക് നീക്കം, ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് ഓൾറെഡി അദാനിയുടെ കയ്യിലാണ്. അവിടെ നിന്നുള്ള ചരക്ക് നീക്കത്തെ കൃത്യമായി വിടുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ഹൈ എൻഡ് ഒരു പ്രൊഫഷണൽ ടച്ച് ഞാൻ കാണുന്നുണ്ട്. ആ ടച്ച് ഉണ്ടാകാൻ സാധ്യതയുള്ളത് അദാനിയുടേതായിരിക്കും. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ ഒരു ചെറിയ ബഡ്ജറ്റിൽ പുള്ളി കാണിച്ചേക്കണ ഏറ്റവും വലിയൊരു ഗിമ്മിക്ക് എന്താണെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞേക്കണ വളരെ നിഷ്കളങ്കമായി പുള്ളി പറഞ്ഞേക്കണത് അതെന്താണെന്ന് വെച്ചാൽ 78,000 കോടി രൂപയുടെ നഷ്ടമുണ്ട് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അപ്പൊ അതില് ഈ പുള്ളി പറഞ്ഞത് മാത്രമല്ല കേട്ടോ, പുള്ളിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ എന്ന് പറയുന്നത് കെ.എം. ഷാജിയാണ്. കെ.എം. ഷാജി കഴിഞ്ഞ ദിവസം പറഞ്ഞേക്കണത്, പുള്ളി പറയുന്നത് അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ നഷ്ടമുള്ളതൊക്കെ നമ്മൾ വിറ്റ് കളയണമെന്ന്. അപ്പൊ മനസ്സിലായ? ആ നഷ്ടമുള്ളത് വിറ്റ് കളയണം എന്ന് പറഞ്ഞതിന്റെ പിന്നിലും ആരുടെ താല്പര്യമാണ്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ വളർത്താനല്ലല്ലോ എന്തായാലും തീരുമാനിച്ചേക്കണത്, അത് വിൽക്കാനാണ് തീരുമാനിച്ചേക്കണത്. അപ്പോൾ ആരുടെ താല്പര്യമാണ്? ഏതൊക്കെ കമ്പനികൾ വരും എന്ന് ചോദിച്ചാൽ നമുക്ക് പേരറിയാത്തതും പേരറിയുന്നതുമായിട്ടുള്ള പല കമ്പനികളും വരും. ആ കമ്പനികളൊക്കെ ഇവരുടെ നടത്തിപ്പിന് വേണ്ടി തയ്യാറാവും. അപ്പോൾ അങ്ങനെ കേരളത്തിൻ്റെ പൊതുമേഖലാ സംവിധാനങ്ങളെ യഥാർത്ഥത്തിൽ ഒന്ന് ഉടച്ചു വാർക്കാനുള്ള ഒരു പരിശ്രമമാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഗംഭീരമായി സെല്ല് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു വേണ്ടി ഗവൺമെൻറ് പിന്നെയും കാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര കാലം നമ്മളിങ്ങനെ കാശ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കാം. ഇനി മൂന്നാമത്തെ ഏറ്റവും വലിയ പദ്ധതി എന്താണെന്നറിയോ? അതും കൂടി കേട്ടാലേ ഇത് പൂർണ്ണമാവുള്ളൂ. വളരെ ലളിതമായി നമുക്ക് തോന്നും, സിമ്പിളായിട്ട് നമുക്ക് തോന്നും. ആ സിമ്പിളായി പറയുന്നത് കൃത്യമായിട്ട് കേൾക്കണം. എന്തോരം സ്ഥലങ്ങളാണ് ഈ കാട് പിടിച്ച് വെറുതെ കിടക്കുന്നത്. കാട് പിടിച്ച് വെറുതെ കുറെ സ്ഥലങ്ങൾ ഗവൺമെന്റിന്റെ കിടക്കുന്നുണ്ട്. അത് നമുക്ക് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോടുകൂടി കമ്പനികൾക്ക് കൊടുക്കാന്ന് പറയണം. സംഭവം മനസ്സിലായ? പണ്ട് എന്നോട് വലിയൊരു നേതാവ്, ഞാനിപ്പോൾ നേതാവിൻ്റെ പേര് പറയല്ല, പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ സ്കൂളുകളൊക്കെ കൊണ്ട് ഈ ടൗണിൻ്റെ നടുക്ക് വെച്ച് വെറുതെ സമയം കളയേണ്ട ആവശ്യമുണ്ട്. ആ സമയത്ത് അവിടെ വല്ല ഷോപ്പിംഗ് മാളും വേണമെന്നുണ്ടെങ്കിൽ എത്ര വാടക കിട്ടിയാലെന്ന് ചോദിച്ചു. ഒരു പ്രത്യേക പാർട്ടിയുടെ നേതാവാണ്. ആ പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ കച്ചവടത്തിന്റെ പാർട്ടിയാണ്. അപ്പൊ അവർക്ക് ഈ കണ്ണ് വരുള്ളൂ. അതായത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, പുള്ളി നോക്കുമ്പോൾ MG റോഡിൽ കൂടി വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ SRB സ്കൂൾ വെറുതെ ഇത്ര സ്ഥലം കൂടെ സൈഡിൽ കിടക്കും. തൊട്ടിപ്പുറത്ത് മലബാർ ഗോൾഡ് ഇരിക്കുന്നു. അവരുടെ പാർക്കിങ്ങിനിടക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് സർവീസ് സ്കൂൾ. അപ്പോൾ പാർക്കിങ്ങിന് വിട്ടുകൊടുക്കുന്നതിനേക്കാൾ എത്രയോ കാശ് കിട്ടും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇത് മൊത്തം വിറ്റിട്ട് ഈ സ്കൂളൊക്കെ നടത്തേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ അപ്പുറം എവിടെയെങ്കിലും ദൂരെ ഉള്ളിൽ കൊണ്ട് വെച്ചാൽ പോരെ. പിന്നെ തൃപ്പൂണിത്തുറ അതിൻ്റെ ടൗണിൽ നിറച്ച് സ്കൂളുകൾ ഇരിക്കണം. എന്തിന്? ഗേൾസ് സ്കൂൾ ഇപ്പുറത്ത്, ബോയ്സ് അപ്പുറത്ത്, തൊട്ടിപ്പുറത്ത് പാലസ് സ്കൂൾ. ഇതൊക്കെ അങ്ങോട്ട് കൊടുത്ത് ആ കണ്ണായ സ്ഥലമൊക്കെ സംഗതി ഡിസ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കാശ് കമ്മീഷൻ കിട്ടുമെന്ന്. അപ്പൊ ഇത് KSRTC സ്ഥലം കിടക്കണം, ബാക്കിയുള്ളത് കിടക്കണം. ഇതിനെല്ലാത്തിനും എന്ത് ചെയ്യുന്നു, ഇതിനൊരു വലിയ പ്രൊജക്റ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ ഏതാണ്ട് ഈ സ്ഥലങ്ങളൊക്കെ തന്നെ കോർപ്പറേറ്റുകളിലേക്ക്. പക്ഷേ ഈ ചില സമയങ്ങളിലെങ്കിലും
സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് വേണ്ടിവരും. കാരണം ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പറഞ്ഞു പലതും നഷ്ടത്തിലാണെന്നല്ലേ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിനെ എത്ര നാള് തീറ്റിപ്പോറ്റാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം കൂടി ഇല്ലേ ഞാൻ ചോദിക്കുന്നത് ഈ എന്നോട് സ്വകാര്യവൽക്കരണം അല്ല, ചോദിക്കുന്നത്? എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ആരോട് വേണമെങ്കിലും ചോദിക്കാം, ആര് വേണമെങ്കിലും ഫ്രണ്ട് വന്നിരുന്നോട്ടെ, ഈ സതീശൻ ഉം, തന്നെ വന്നിരുന്നാലും എനിക്ക് പേടിയില്ല. ഉം, ഈ സ്വകാര്യവൽക്കരണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊടുക്കുന്നതിന് ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ജനത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉം, ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. യഥാർത്ഥത്തിൽ ഞാനൊരു ഉദാഹരണം താങ്കളോട് ഉം, പറയാം. KSRTCക്ക് നമ്മൾ എല്ലാ കൊല്ലവും എന്ത് ചെയ്യുന്നു? 1000 കോടി 2000 കോടി കൊടുക്കുന്നു എന്ന് വിചാരിക്കും. ഉം. കേരളത്തിൽ യാത്ര ചെയ്യുന്ന എത്ര പേരുണ്ട്? അവർക്ക് എല്ലാവർക്കും കൂടി 2000 കോടി വീതിച്ചു കൊടുത്തപ്പോൾ എന്തിനാ KSRTC കൊടുക്കുക? KSRTC കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കണം? ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള പോലെ മറ്റേ 15 കൊല്ലത്തേക്കുള്ള ഹോൺ, ടയർ, മറ്റേ ബോർഡ്, പെയിന്റ് അടി, ഇതിലെല്ലാത്തിനും കമ്മീഷൻ പറ്റിയിട്ടാണ് പാവം ജനങ്ങളുടെ ഇടയിലോട്ട് എത്തണം. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പട്ടികജാതി വർഗ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പണം മാറ്റി വെക്കും. ശരിക്കും പറഞ്ഞാൽ അത്ര പണം ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള ടോട്ടൽ പട്ടികജാതി വിഭാഗക്കാരെ വെച്ച് ഹരിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ല, ഓരോരുത്തർക്കും 1 കോടി രൂപ കിട്ടിയാലെന്ന് പറഞ്ഞു. ഓരോരുത്തർക്കും 1 കോടി രൂപ കിട്ടിയാനെ ഒന്ന് ആലോചിച്ച് നോക്ക്. വൈറ്റിലോ ഇവിടെ അവർക്ക് ഫ്ലാറ്റ് മേടിക്കായിരുന്നു. ഇല്ലെങ്കിൽ വേണ്ട, 1 കോടി രൂപ ബാങ്കിലിട്ടെങ്കിൽ പട്ടികവർഗക്കാരന് എത്ര സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു. കാരണം എന്ത് കിട്ടും? ഏറ്റവും കുറഞ്ഞ 1 കോടി രൂപ ബാങ്കിലിട്ട് 7 ലക്ഷം 8 ലക്ഷം രൂപ വലിയ കിട്ടൂലേ? അവന് ജീവിക്കാൻ 20,000 രൂപ പോലും വേണ്ട. അപ്പൊ ഇത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ പദ്ധതിക്ക് പണം കൊടുക്കുന്നു, ആ പണം എന്ത് ചെയ്യുന്നു? എവിടെ വെച്ച് പകുതിക്ക് വെച്ച് അടിച്ചു വരുന്നു. ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ അവർക്ക് എന്ത് ചെയ്യുന്നു? അതാണ് കൊടുക്കുന്നു. ഞാൻ അതാണ് പറയുന്നത്. പറഞ്ഞ. അപ്പൊ ഇതിൽ സംഭവിക്കാൻ പറ്റുന്ന വെച്ചാൽ ഇപ്പൊ നമ്മളൊരു ഉദാഹരണത്തിന് ഇപ്പൊ എയർ ഇന്ത്യ ടാറ്റയ്ക്ക് കൊടുക്കുന്നു എന്ന് വിചാരിക്കും. ഉം, എയർ ഇന്ത്യയുടെ അത്രയും വിമാനങ്ങളും അവരുടെ ഈ പറയുന്ന പോലെ എയർപോർട്ട് ആക്സസും നിരവധി അവരുടെ ഫെസിലിറ്റീസും എല്ലാം ഉണ്ടല്ലോ. ഇപ്പൊ KSRTC കൊടുക്കുന്നത് KSRTC കണ്ണായിട്ടുള്ള ഡിപ്പോകളുണ്ട്, അതുപോലെ തന്നെ KSRTCയുടെ ഗ്യാരേജുകളുണ്ട്, KSRTCയുടെ സ്ഥലമുണ്ട്. ഈ സ്ഥലമെല്ലാം അങ്ങോട്ട് ഫ്രീ ആയിട്ട് കൊടുക്കണമെങ്കിൽ അവര് ഗവൺമെന്റിന് ആ കാശ് തരൂല, പക്ഷെ നിങ്ങൾക്ക് അതിന്റെ കുറച്ച് കാശ് തരും. പറഞ്ഞു മനസ്സിലായി ഞാൻ? ഉദാഹരണത്തിന് ടീകോം എന്ന് പറയുന്ന കമ്പനി സ്മാർട്ട് സിറ്റി തുടങ്ങാന്നും പറഞ്ഞു വന്നു. UDF ഗവൺമെന്റ് വെച്ച പദ്ധതി എന്തായിരുന്നു അറിയാമോ? ഇൻഫോ പാർക്ക് കൂടി അവർക്ക് അങ്ങ് കൊടുത്തേക്കാന്നാണ്. ഇൻഫോ പാർക്ക് ആർക്കും വേണ്ടാത്തൊരു ഇൻഫോ പാർക്ക് ഇന്നാ കൊട്ടയ്ക്കൊന്ന് മഞ്ഞ് കൊടുത്തേക്കാം എന്ന് പറയാനായിട്ട് ഇത് മറ്റേ നമ്മുടെ ചിങ്ങമ്പഴത്തിന്റെ കൊലയെന്നൂരിയ ഒരു പഴമല്ല ഇത്. ഇത് കോടിക്കണക്കിന് രൂപയുടെ സ്ഥലമാണിത്. ആ സ്ഥലം അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെന്റ് 5 പൈസയും കിട്ടൂല. ഗവൺമെന്റിന്റെ പദ്ധതിയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എത്ര ഗംഭീര പദ്ധതി, കണ്ട് സ്മാർട്ട് സിറ്റി വരാൻ പോകുന്നു, അപ്പൊ ഇൻഫോ പാർക്ക് കൂടി അങ്ങ് വിട്ടുകൊടുക്കും. സിമ്പിൾ. ഇൻഫോ പാർക്ക് എന്ന് പറയുന്ന ആ പാർക്കിനകത്തിരിക്കുന്ന IT കമ്പനികളുടെ 1 മാസത്തെ റെന്റ് തന്നെ കോടികൾ വരും. ആ കോടികൾ വരാൻ പറ്റുന്ന റെന്റിന്റെ സ്ഥലവും ആ കോടികളും കൂടി നിങ്ങൾ വേറൊരാൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന് അവർ എത്ര രൂപ കൊടുക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ആളുകൾക്ക് കാശ് കൊടുക്കുക, അവരത് നോക്കിയാൽ പോരെ. അതായത് ഞാൻ നിങ്ങൾക്ക് 5000 ഖജനാവിലേക്ക് പണം വരില്ല. ഖജനാവിലേക്ക് പണം വരുന്നത് കുറവായിരിക്കും. അപ്പൊ 5000 കോടി രൂപയുടെ സാധനം നിങ്ങൾക്ക് തരുന്നു, എന്നിട്ട് നിങ്ങൾ പറയണേ ഞാൻ 3000 കോടി തന്നേക്കാം പ്ലസ് 400 കോടി നിങ്ങൾക്ക് തന്നേക്കാന്ന് പറഞ്ഞാൽ ആർക്ക് സന്തോഷവും? ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും സന്തോഷവും. വളരെ സിമ്പിൾ. ഈ വിഴിഞ്ഞം പോർട്ട് തന്നെ നേരത്തെ അദാനിക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിൽ ഏതാണ്ട് 6000 കോടി രൂപയിലധികം വരുന്ന സ്ഥലം, 6000 കോടി രൂപയുടെ സ്ഥലം യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ വിഴിഞ്ഞം പോർട്ടിന് കൊടുത്തിട്ട് അത് അദാനിക്ക് പണയം വെച്ച് കാശുണ്ടാക്കാം എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ സ്ഥലം അവർക്ക് കൊടുത്തിട്ട് അവർ കൊണ്ട് അത് പണയം വെച്ചിട്ട് എന്ത് ചെയ്യും? പൈസ അവർ വാങ്ങും. അതിലും ഭേദം നമുക്ക് തന്നെ പണയം വെച്ചാൽ. അപ്പൊ ഇത്തരത്തിലുള്ള പല പരിപാടികളുമാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു വിശ്വാസക്കുറവില്ല. അപ്പൊ ആരെങ്കിലും വന്ന് എൻ്റെ അടുത്ത് തെളിവ് ചോദിക്കരുത്, കാരണം തെളിവൊക്കെ ഇനി വരാനിരിക്കുന്നില്ല. പക്ഷെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ പറയണേ. അജണ്ട പ്രൊപ്പഗാൻഡ ഇതായിരിക്കും. എന്റെ പൊന്നു, ഞാൻ ഇനി അടുത്തൊരു തമാശ കൂടി താങ്കളുടെ അടുത്ത് പറയാം. പ്രൊപ്പഗാൻഡ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പണ്ട് എനിക്ക് പരിചയമുണ്ടായിരുന്നു, ഞാനൊക്കെ വളരെ കുഞ്ഞുനാളിലേക്കുമ്പോൾ എൻ്റെ ഫാദറിനൊക്കെ വളരെ പരിചയമുണ്ടായിരുന്നത് നാളികേര വികസന ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. മനസ്സിലായി? അവരാണ് ഈ നാളികേരം, എൻ്റെ അങ്ങനെയാണ് ബോർഡിന്റെ പേരെന്നാണ് കേട്ടോ എൻ്റെ ഓർമ്മ. കാരണം ഞാൻ പഴയ ഒരു 10-15 കൊല്ലം മുമ്പുള്ള കാര്യം, 25 കൊല്ലം മുമ്പുള്ള കാര്യമാണ്, 30 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. അപ്പൊ ആ ബോർഡാണ് ഈ താങ്ങുവില തീരുമാനിക്കും. അതായത് നാളികേരത്തിന് പാവപ്പെട്ട കർഷകർക്കായ ബുദ്ധിമുട്ട് കാണല്ലോ. അപ്പൊ അവർക്ക് തേങ്ങക്ക് വില കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഗവൺമെന്റ് ആ തേങ്ങ എടുത്തിട്ട് അവർക്കൊരു ന്യായമായിട്ടുള്ള വില കൊടുക്കും. ഇപ്പൊ 250 രൂപ ഇപ്പൊ റബ്ബറിന് തീരുമാനിച്ചിട്ടുണ്ട്. ആര്?
ഈ ബഡ്ജറ്റിൽ സതീശൻ തീരുമാനിച്ചത്. അപ്പൊ നിങ്ങൾ എന്താ വിചാരിക്കണം, ആ പാവപ്പെട്ട കർഷകർക്ക് ഗുണമായി. കാരണം എന്താണെങ്കിലും ഗവൺമെന്റ് കൊടുത്ത് 250 രൂപ കിട്ടുമല്ലോ എന്നല്ലേ. ശരിക്കും പബ്ലിക് മാർക്കറ്റിൽ 276 രൂപയുണ്ട്. അപ്പൊ പിന്നെ പ്രഖ്യാപനം മാത്രം നടത്തിയാൽ മതി. കാരണം 276 രൂപ അവിടെ കിട്ടുമ്പോഴത്തേക്ക് പ്രജനന പെട്ടി റബ്ബർ ഉണ്ടെങ്കിൽ റബ്ബറും കൊണ്ട് ഗവൺമെന്റ് അടുത്തേക്ക് വരുക ഇല്ല. ഇനി അതവിടെ നിൽക്കട്ടെ. നാളികേരത്തിന് ശരിക്കും 40-50 പൈസ ഉണ്ടായിരുന്ന സമയത്ത് ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു. ഒരു രൂപ നാളികേരത്തിന്റെ ബോർഡിന് വില നിശ്ചയിച്ചു. 1 രൂപ വില നിശ്ചയിച്ചു, താങ്ങുവില. അപ്പൊ തേങ്ങ എത്ര വേണമെങ്കിലും ഇവരെടുക്കും. മനസ്സിലായേ? എന്താ ചെയ്തതെന്നറിയോ യഥാർത്ഥത്തിൽ? അന്ന് ഇവർ അന്വേഷിച്ച് ഇവർ കണ്ടെത്തി ശ്രീലങ്കയിൽ 25 പൈസക്ക് തേങ്ങ കിട്ടുമായിരുന്നു. ഒരു തേങ്ങ കുറച്ച് ഷേപ്പൊക്കെ കുറച്ച് ചെറുതൊക്കെ ഇരിക്കും, അതൊക്കെ ഇരിക്കും. പക്ഷേ ഒരു തേങ്ങക്ക് 25 പൈസക്ക് തേങ്ങ കിട്ടും. അത് അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ വരെ വരുമ്പോഴത്തേക്ക് 50 പൈസയാവും. സ്ഥലത്തിന്റെ ഒരു രേഖ കൊടുത്താൽ മതി. സ്ഥലത്തിന്റെ രേഖ കൊടുത്താൽ ഈ തേങ്ങ എത്ര എണ്ണം കൊണ്ടുവന്നാലും അത് ഗവൺമെന്റ് ഏറ്റെടുക്കണം. സ്ഥലമുള്ള കുറെ ആളുകൾ ഇവർ കണ്ടുപിടിച്ചിട്ട് എന്ന് വെച്ചാൽ ശ്രീലങ്കയിൽ നിന്നുള്ള തേങ്ങ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്തിട്ട് ഗവൺമെന്റിനെ കൊണ്ട് 1 രൂപക്ക് കഴിപ്പിച്ചു. ലാസ്റ്റ് ഈ തേങ്ങ എവിടെ കൊണ്ട് കൊടുക്കണം, തിരിച്ചു കൊടുക്കണമെന്നൊന്നും അറിയാൻ പാടില്ല. അതവിടെ കിടക്കണം. 1 രൂപ എടുപ്പിച്ചു. ഈ 1 രൂപ എടുക്കുമ്പോൾ തന്നെ എന്താണെന്ന് അറിയാമോ? മിനിമം 40 പൈസ ലാഭമായി. ഇപ്പൊ പ്രജ വിചാരിക്കും വെറും 40 പൈസക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെടണമെന്നല്ല വിചാരിക്കടാ. ഒരു കൊല്ലം ഏറ്റെടുത്ത തേങ്ങയുടെ വില 100 കോടി രൂപ. അപ്പൊ എത്ര രൂപ? 40 കോടി രൂപ ആർക്ക് ലാഭം? ശ്രീലങ്കയിൽ നിന്ന് തേങ്ങ കൊണ്ടത്. അതായത് ഇവിടെയുള്ള കർഷകരുടെ പാവം ദുരിതം മാറ്റാൻ വേണ്ടി കൊടുക്കണേ. പക്ഷെ ഇവിടെയുള്ള ഒരു കർഷകന്റെയും തേങ്ങ ഇവരെ എന്ത് ചെയ്യൂല, കഴിയുന്നത് എടുക്കൂല. കൂടിയെന്ന് 10% എടുക്കും. ബാക്കി മുഴുവൻ എടുക്കുന്ന ആരുടെയാണ്? കാരണം ഇവരുടെ തന്നെ ആളുകൾ കൊണ്ടുവന്ന തേങ്ങ ഇവരെടുത്ത് വെക്കും. എന്നിട്ട് ഇനി നാളികേര വികസന ബോർഡ് ഈ തേങ്ങ വിൽക്കും. അപ്പൊ 40 കോടി കിട്ടിയേ. 40 കോടി കിട്ടിയേട്ടാ. ഇനി അടുത്തത് ഈ തേങ്ങ വിൽക്കും. ആർക്ക് വിൽക്കും? മാർക്കറ്റിൽ ഓൾറെഡി 1 രൂപ ഇല്ല. അതുകൊണ്ടാണല്ലോ എന്ത് ചെയ്യണത് ഇവരെടുക്കുന്നത്. തേങ്ങ ഇവർ 75-80 പൈസക്ക്, 90 പൈസക്ക്, 60 പൈസക്കൊക്കെ വീണ്ടും മറിച്ചു വെക്കും. ശരിക്കും 60 പൈസ എന്ന് ഇങ്ങോട്ട് കിട്ടൂല. 50 പൈസക്ക് മറിച്ചു വെക്കും, അല്ലെങ്കിൽ 40 പൈസക്ക് മറിച്ചു വെക്കും. ശരിക്കും 70 പൈസയ്ക്ക് അവൻ്റെ അടുത്ത് മേടിക്കണം. അപ്പോഴും എത്രയും 100 കോടി രൂപയുടെ തേങ്ങ വിൽക്കുമ്പോഴും 3 കോടി കിട്ടിയ 30 കോടി കിട്ടി. ഇപ്പൊ ടോട്ടൽ ലാഭം എത്ര? 70 കോടി രൂപയുടെ ടോട്ടൽ ലാഭം. ഇങ്ങനെ 5 കൊല്ലം നടക്കുമ്പോഴാണ്. പക്ഷെ പത്രത്തിൽ വന്നെ എന്തായിരിക്കും എന്നറിയോ? നാളികേര കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റ് നഷ്ടം സഹിച്ചും 1 രൂപ താങ്ങുവില തീരുമാനിച്ചു. കൊള്ളാം, വെരി ഗുഡ്. എന്നിട്ട് ഇനി 5 കൊല്ലം കഴിയുമ്പോഴുള്ള പ്രോഗ്രസ് റിപ്പോർട്ട്. 5 കൊല്ലങ്ങൾ കൊണ്ട് ഞങ്ങളിതാ 500 കോടി രൂപയുടെ തേങ്ങ കളക്ട് ചെയ്തിരിക്കുന്നു. ആരിൽ നിന്ന്? കർഷകരിൽ. ഏത് കർഷകരിൽ നിന്ന്? ശ്രീലങ്കയിലെ കർഷകർ. അപ്പൊ ഇതുപോലെയുള്ള അഭ്യാസങ്ങളൊക്കെ നടത്തും. ഇതൊന്നും മനസ്സിലാക്കാനുള്ള കാഴ്ചയോ ബുദ്ധിയോ ഒന്നും നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾക്കില്ല. പിന്നെ മാധ്യമങ്ങൾക്കും പല ബന്ധമുള്ള ആളുകളുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ആ സമയത്ത് ഒരു വലിയ ബാറുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് ഇത്തരത്തിൽ ഈ നാളികേര ബോർഡിന്റെയൊക്കെ എന്തായിരുന്നത്. ഞാനത് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. എപ്പോഴാണെന്നറിയാമോ? എൻ്റെ ചെറുപ്പം നാളിലെ എന്ന് പറഞ്ഞാൽ ഒരു 10-15 കൊല്ലം ഉണ്ടെന്ന് വരും. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന പോലെ 10-35 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പൊ ഞാൻ എൻ്റെ കണ്ണുകളിൽ പോയിട്ടുണ്ട്. മനസ്സിലായേ? ഇനി ഇതേപോലെ തന്നെ വേറൊണ്ട്. കേന്ദ്ര ഗവൺമെന്റ് റഷ്യയിൽ നിന്ന് ഗോതമ്പ് ഇമ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഗോതമ്പ് ഇമ്പോർട്ട് ചെയ്യാൻ 1 ടണ്ണിന് 1 രൂപ കമ്മീഷൻ കൊടുക്കാൻ തോന്നുന്നു. 1 ടണ്ണിന് 1 രൂപ. നമ്മൾ കേൾക്കുമ്പോൾ 1 ടണ്ണിന് 1 രൂപയല്ലേ? 1 ടണ്ണെന്ന് പറഞ്ഞാൽ എന്തോരം ഉണ്ട്? അതിന് 1 രൂപ. അത് ഒരു ഏജൻസിനെ കൊണ്ടാണ് റഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യിപ്പിച്ചത്. 10-20 കൊല്ലങ്ങൾ കൊണ്ട് 700 കോടിയോ 7000 കോടിയോ ടൺ എന്ത് ചെയ്തു? ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. അപ്പൊ 700 കോടി ടൺ എന്ന് പറയുമ്പോൾ എത്രയായി? 700 കോടി രൂപ ഒരാൾക്ക് നമ്മൾ കമ്മീഷൻ കൊടുക്കണം. പ്ലസ് അവന്റെ വണ്ടികളാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്ര രൂപ കൊടുക്കും? ഞാൻ പറഞ്ഞ പോട്ടെ, 700 എമൗണ്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ 50 കോടിയാന്ന് ചോദിക്കും. 50 കോടി ടൺ, അല്ലെങ്കിൽ വേണ്ട 5 കോടി ടണ്ണാന്ന് ചോദിക്കാം. അപ്പൊ 5 കോടി ടൺ ആണെങ്കിൽ പോലും 5 കോടി രൂപ നമ്മൾ എന്ത് ചെയ്യണം? കമ്മീഷൻ കൊടുക്കണം.
പക്ഷെ കേൾക്കുമ്പോൾ എന്ന് തോന്നും ഒരു ടണ്ണിന് എന്ന് പറയുന്ന പോലെ പ്രജിത വെറുതെ ആ KSRTCയുടെ സൈഡിലും അവിടെ ഇവിടെ കിടക്കുന്ന ഗവൺമെന്റ് ഭൂമി വെറുതെ ആർക്കും ഒരു ഉപദ്രവമില്ലാതെ പോണേ അത് നമുക്ക് എന്ത് ചെയ്യാം പാട്ടത്തിന് പോകും. ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുക ഇനി പാട്ടത്തിന് കൊടുത്ത് ഏതെങ്കിലും ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ തിരിച്ചെടുത്ത സംഭവം ഉണ്ടോ ഇല്ല. മുല്ലപ്പെരിയാർ ഡാം ഇതുപോലെയാണെന്ന് ഓർക്കണം കേട്ടോ അതെ 999 കൊല്ലത്തേക്ക് പാട്ടത്തിന് 99 കൊല്ലത്തേക്ക് പാട്ടത്തിനാണ് ഇപ്പൊ ഈ യൂസഫ് അലിക്ക് നമ്മുടെ ലുലു മാളിൽ അങ്ങോട്ടുള്ള ഇത് കൊടുത്തത് പിന്നെ അത് നല്ല കാര്യം പുള്ളിക്കെങ്കിലും പ്രയോജനപ്പെട്ടെ ഏത് മെട്രോയിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞ ആ വഴിയുണ്ടല്ലോ ഉം. വഴി കൃത്യമായിട്ട് മെട്രോയിൽ നിന്ന് പുള്ളിയുടെ ലുലു മാളിനകത്തേക്കുള്ള വഴിയുണ്ടല്ലോ അതുകൊണ്ട് അവർക്ക് കൊടുത്തതാണ് ഇനി അത് എപ്പോഴെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഗവൺമെന്റുകൾ മാറിയൊന്നും ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വെറുതെ കിടക്കുന്ന സ്ഥലം അതങ്ങോട്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ സ്കൂളൊക്കെ ഇടിച്ചു പൊടിച്ച് കളഞ്ഞിട്ട് ഷോപ്പിംഗ് മാളൊക്കെ പണിത് അതിന്റെ സൈഡിൽ എവിടെയെങ്കിലും പിള്ളേരെ ഇരുത്തി പഠിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ AC ക്ലാസ് റൂം കൊടുക്കുക താഴെയുള്ള ഗ്രാൻഡർ റോഡിലോ 2 നിലയിലോ സ്കൂളായി കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നല്ല പദ്ധതികളാണ് അപ്പൊ അത്തരത്തിലുള്ള പല പദ്ധതികളും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വെയിറ്റ് ആൻഡ് സി ഒരു 4-5 കൊല്ലം വെയിറ്റ് ചെയ്യും അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കൂടി